ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിൾ. നിങ്ങൾ മൈസൂരിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഗുണ്ടൽപേട്ട് വഴി സൂര്യകാന്തി പാടങ്ങൾ കാണാൻ പോകുമ്പോഴോ നിങ്ങൾ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിൾ. ബന്ദിപ്പൂർ കാടിൻ്റെ നടുക്കാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്തവണ ഞങ്ങൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് യാത്ര തുടങ്ങിയത്. കൂടല്ലൂരിൽ നിന്ന് മൈസൂർ റോട്ടിലേക്ക് തിരിഞ്ഞ് കാട്ടിലൂടെയുള്ള കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു. കാട്ടിലൂടെ പോകുമ്പോൾ ഒരു വല്ലാത്ത ഫീല് തന്നെയാണ്. മൃഗങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ള യാത്ര. മൃഗങ്ങളൊന്നും അധികം കാണുന്നില്ല. ഏറ്റവും കൂടുതൽ മാനുകളാണ്. പിന്നെ മയിലുകളും കുരങ്ങന്മാരും ധാരാളം കാണാനുണ്ട്. മുതുമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് കർണാടകയുടെ ഫോറസ്റ്റ് ആയിട്ടുള്ള ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ്. ഈ ഒരു ഫോറസ്റ്റിലാണ് കൂടുതലായും മൃഗങ്ങളെ കാണാറുള്ളത്. മഴക്കാലത്തൊക്കെയാണ് ഇതിലൂടെയുള്ള യാത്രയെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുക ഗുണ്ടൽപേട്ട് ടൗണിൽ എത്തുന്നതിനു മുമ്പുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഹംഗള എന്നൊരു ടൗൺ കാണാം. ഇവിടെ നിന്ന് ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിളിലേക്കുള്ള വലിയ സൈൻ ബോർഡ് കാണാം. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ടെമ്പിളിലേക്കുള്ള വഴി കാണാം. ഈ വഴികളിലും മനോഹരമായ ഒരുപാട് പാടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒക്കെ തന്നെയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. കാഴ്ചകളും കണ്ട് യാത്ര തുടർന്നു. ഈ റോഡ് പല ഫോട്ടോകളിലും റീലുകളിലുമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഈ റോഡ് 4 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. വളരെ കുറച്ച് സൂര്യകാന്തി പാടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. സൂര്യകാന്തി ഉണ്ടാകുന്ന സമയമല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് പാടങ്ങൾ നമുക്ക് ഈ വഴികളിൽ കാണാറുണ്ട്.
അങ്ങനെ ടെമ്പിളിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ വരെ മാത്രമേ നമ്മളുടെ വാഹനങ്ങൾ പോവുകയുള്ളൂ. ഇവിടെ നിന്ന് കർണാടക RTCയുടെ ബസ്സിൽ പോകണം. ഞങ്ങൾ ആദ്യം തന്നെ പോയി ടിക്കറ്റ് എടുത്തു. ഇവിടെ ആദ്യമേ ബസ് ടിക്കറ്റ് എടുക്കണം. 70 രൂപയാണ് ടിക്കറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് ചാർജാണ് 70 രൂപ. ഈ യാത്ര കാടിനകത്തൂടെ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ഇവിടെ ഏൽപ്പിക്കണം. ഞങ്ങൾ ടിക്കറ്റ് കാണിച്ച് ബസ്സിൽ കയറി. ബസ്സിൽ ആളില്ലാത്തത് കൊണ്ട് ഇഷ്ടമുള്ള സീറ്റിൽ പോയിരിക്കാം. മാക്സിമം സൈഡ് സീറ്റ് നോക്കിയിരിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ബസ് മുഴുവനായിട്ടും ആള് കയറി. ഇനി നമ്മൾ കയറാൻ പോകുന്നത് കാട്ടിലൂടെയുള്ള വലിയൊരു മലയാണ്. മലയുടെ താഴെയുള്ള കാഴ്ചകളുമൊക്കെ വളരെ മനോഹരമായി തന്നെ കാണാൻ പറ്റും. ബന്ദിപ്പൂർ കാടുകളൊക്കെ ഗൂഗിൾ മാപ്പിൽ എന്ന പോലെ മനോഹരമായി കാണാം. അങ്ങനെ കുത്തനെയുള്ള മലയിലെ കാഴ്ചകളും കണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. ചില സമയങ്ങളിൽ ഇവിടെയൊന്നും കാണാൻ തന്നെ പറ്റില്ല. നല്ല മൂടി നിൽക്കുന്ന കോടമഞ്ഞുമൊക്കെ ഉണ്ടാകും. ഞങ്ങൾ ചെന്ന സമയത്ത് കോടയൊന്നുമില്ല. ഞങ്ങൾ വന്ന സമയം ശരിയായില്ല. ഉയരമുള്ള സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ടാകും. അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത്. കോടയൊന്നുമില്ലെങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ചുറ്റും. ബന്ദിപ്പൂർ കാടുകളിലെ ഏറ്റവും ഉയരമുള്ള മലയാണിത്. ആനകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വന്യമൃഗങ്ങൾ ഇവിടെ വരാറുണ്ടെന്ന് പറയുന്നു. ഏകദേശം 700 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്. ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ വരുന്നവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുക. തണുത്ത കാറ്റും കൊണ്ട് പ്രകൃതിയിലെ കാഴ്ചകളും ആസ്വദിച്ച് ഫോട്ടോകളുമൊക്കെ എടുത്ത് മനസ്സ് നിറച്ചു മടങ്ങുക. ഇനി മൈസൂർ പോകുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ ബന്ദിപ്പൂർ കാടിന് നടുവിലുള്ള ഈ മനോഹരമായിട്ടുള്ള ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ആനയുണ്ട്. അതിനെയും കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റീൽസുകളിലും മറ്റും ഈ ആനയെ. ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തിരിച്ച് താഴേക്ക് മടങ്ങാനുള്ള ബസ് എത്തി. ഈ ബസ് താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത ബസ് ഇങ്ങോട്ടെത്തും.